Hi Meenakshi. Hi Meenakshi. അതെ മീനാക്ഷി വിത്ത് മീനാക്ഷി. Yes. ഇവൻ കോയെ ഞാൻ കോയെ ഇപ്പൊ രണ്ടു കോയെ ഞാൻ ലോയർ. ആണോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? കോർപ്പറേറ്റ് ലോയിലായിരുന്നു. വീട്ടുകാരെന്ത് പറഞ്ഞു? അമ്മയ്ക്ക് കുറച്ച് മുടി പോയാൽ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് സിനിമയിൽ അഭിനയിക്കുന്ന അതാണ് പാഷൻ, അതിലാണ് ഇൻട്രസ്റ്റ് ഉള്ള രസം. മീനാക്ഷി അപ്പൊ കുറെ സിമിലാരിറ്റീസ് ഉണ്ടല്ലോടാ. അതാണ്. എടാ ടീച്ചറിന്റെ ലാസ്റ്റ് മീനുവിന് ഒരു യക്ഷി ഗെറ്റപ്പില് കണ്ടല്ലോ ചെറുതായിട്ട്. ഹായ് ചിറ്റ്ചാറ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് നിങ്ങളുടെ ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സിനിമയുടെ നായികയായിട്ടുള്ള മീനാക്ഷിയാണ് എന്നെ ജോയിൻ ചെയ്യുന്നത്. ഹായ് മീനാക്ഷി. ഹായ് മീനാക്ഷി. അതെ മീനാക്ഷി വിത്ത് മീനാക്ഷി. അപ്പം ചിറ്റ്ചാറ്റിലേക്ക് സ്വാഗതം. അപ്പം ചിറ്റ്ചാറ്റ് ഗെയിം എങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മുന്നിലിരിക്കുന്ന 2 ബൗളുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ കംപ്ലീറ്റ്ലി അബൌട്ട് സിനിമ ക്വസ്റ്റ്യൻസ് ആണ്, മറ്റേതില് സിനിമ ഒഴികെ എന്തും ഉണ്ടാകാം. ആ ഓക്കെ. അപ്പം ഇതിൽ നിന്ന് 3 അതിൽ നിന്ന് 3. ഇറ്റ്സ് യുവർ ചോയ്സ്. സ്വന്തം ക്വസ്റ്റ്യൻ ആണ് തിരഞ്ഞെടുക്കണേ. ഇന്റർവ്യൂവറിന് കുറ്റം പറയാൻ പാടില്ല. ഓക്കെ ഓക്കെ. ഇത് സിനിമയോ? അതും എനിക്കറിയില്ല. ഇതിലൊന്ന് സിനിമ, ഇതിലൊന്ന് സിനിമ. എടുക്കട്ടെ. ആ അബൌട്ട് യുവർ ഗോ ടു ഫുഡ് ആണ് നല്ല ക്വസ്റ്റ്യൻ. ആ അബൌട്ട് യുവർ ഗോ ടു ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ ചോറും തൈര് മെയിനാണ്. തൈരും ചമ്മന്തിയും പപ്പടവും പ്രോൺസിന്റെ റോസ്റ്റ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഭക്ഷണം കഴിച്ചിട്ടാണോ? ആ ഞാൻ ഫുള്ളാ. എനിക്ക് അങ്ങനത്തെ ഹോംലി കുക്ക് മീൽസ് ഭയങ്കര ഇഷ്ടം. നീ കുക്ക് ചെയ്യോ? ഒന്നും അറിയത്തില്ല. ചായ ഒക്കെ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കും. പ്രോൺസ് റോസ്റ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇനി സിനിമയിൽ നിന്ന് നോക്കാം. അപ്പൊ ഇതാണ് സിനിമ. ഓക്കെ. അബൌട്ട് യുവർ ലുക്ക് ഇൻ സിനിമ. അത് കറക്റ്റ് ചോദ്യം കിട്ടിയതല്ലേ? പറയൂ. ലുക്ക് ആക്ച്വലി ഭയങ്കര എനിക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന അതൊരു ലക്കായിട്ടാണ്. കാരണം വാഴയിൽ ഞാനൊരു ടോംബോയിഷ് ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ധന്യ ഭയങ്കര നാട്ടുംപുറത്തെ ഒരു പെൺകുട്ടിയാണ്. ഇത്രയും മുടിയൊക്കെ. അതെ, 2 എക്സ്റ്റൻഷൻ ആണ്. ആണോ? അത് ക്യാരി ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? പെർമനന്റ് എക്സ്റ്റൻഷൻ ചെയ്ത സിനിമ? അല്ലല്ല, നമ്മൾ വെക്കത്തില്ലേ, ഇത് വെച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ലുക്ക് ഭയങ്കര നാട്ടുംപുറത്തെ മറ്റേ ഹാഫ് സാരി ഒക്കെ കൊടുത്ത്. നമ്മളുടെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മെൽവി ആണ്. ലോക്കയിലൊക്കെ കോസ്റ്റ്യൂം ചെയ്ത മെൽവി ജെ. പിന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന റോണക് സെറ്റനാണ്. ആൻഡ് ഇതൊരു നൗഫലിക്കയുടെയും നമ്മുടെ റൈറ്റേഴ്സ് ജ്യോതിഷാരൻ സുരചാരന്റെ വിഷനാണ്. ധന്യനെ എഴുതി വെച്ചത് തന്നെ അങ്ങനെ ആയിരുന്നു. നാടൻ ശാലീന സുന്ദരിയായിട്ട്. വേറെ സംഭവം നിങ്ങൾക്ക് അറിയോ ഗൈസ്? വാഴയ്ക്ക് മുമ്പ് മീനാക്ഷിക്ക് ആക്ച്വലി അത്രയും മുടി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ആ ഒരു വിഷമം ഉള്ളില് ഉണ്ടോ? ഉണ്ടായിരുന്നില്ല. വെരി ഗുഡ്. വീട്ടുകാരെന്ത് പറഞ്ഞു? അമ്മയ്ക്ക് കുറച്ച് മുടി പോയാൽ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് യൂസ്ഡ്. വളരുന്നുണ്ടല്ലോ മുടി, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും ധന്യ ரொம்ப അഴകാ இருக்கேம்மா. നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അജുചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അജുചേട്ടൻ പറഞ്ഞു, വാഴയിലുള്ള മീനാക്ഷി അല്ലേ, അതിനകത്ത് ആ കുട്ടി ബോയ്ക്കട്ടാണല്ലോ, ഇതിൽ ഇത്രയും മുടി ഉണ്ടല്ലേ, അത് കൊള്ളാം മാക്സി. അപ്പൊ ആസ് എൻ ആക്ടർ അത് സംഭവം കിടിലോ അല്ലേ? പല വസറ്റ്. ഇപ്പം മീനുവിനെ നമുക്ക് അങ്ങനെ ടോംബോയ് ആയിട്ടും കാണാം, ശാലീന സുന്ദരി ആയിട്ടും കാണാം. അതെ. അപ്പൊ ഇനി നമുക്ക് ഔട്ട് ഓഫ് സിനിമ നോക്കാം. ഓക്കെ. ഫസ്റ്റ് സാലറി എപ്പോഴായിരുന്നു ബാങ്ക് ചെയ്ത്? അതിന് മുന്നേ പക്ഷെ നമുക്ക് ഈ പ്രൈസ് മണി ഒക്കെ സാലറി അല്ലല്ലോ, ജോലി ചെയ്ത്. ഞാൻ ലോയറാണ്. ആണോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, കോർപ്പറേറ്റ് ലോയിലായിരുന്നു. 2 മാസം പണിക്ക് പോയിട്ടുള്ളൂ. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് മന്ത് സാലറി എത്രയായിരുന്നു? അത് എത്രയായിരുന്നു? 40. അങ്ങനൊക്കെ പറയാവോ? അതിനെന്നാ പ്രശ്നം? അല്ല, അപ്പൊ അത്രയും തുടക്കത്തിൽ തന്നെ അത്രയും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ്? 40 ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞു. അല്ലല്ല 30 എന്തോ കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്നാലും ആ ഒരു റേഞ്ച്. അപ്പൊ ഒരു സെക്യൂർ ജോബ് ഇപ്പൊ നിർത്തിയിട്ടല്ലേ വന്നേ? അപ്പൊ എന്തായിരുന്നു വീട്ടിലൊക്കെ ഉള്ളൊരു റിയാക്ഷൻ? വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാം എൻ്റെ ഒരു ഡിസിഷനിലാണ് ഫുൾ പോകുന്നത്. ആൻഡ് ഓൾസോ ഞാൻ റിയലൈസ് ചെയ്ത സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് പാഷൻ, അതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോഴാണ് രസം. അപ്പോൾ ഇതിലേക്ക് കംപ്ലീറ്റ്ലി
ഞാനും ബാങ്കിൽ 2 മാസം ജോലി ചെയ്തതാണ് ഗൈസ്. മീനാക്ഷിയും കുറെ സിമിലാരിറ്റീസ് ഉണ്ടല്ലോടാ. അതാണ്. അപ്പം എന്നിട്ട് ഞാനും ഒരു 2 മാസം പോയി. എന്നിട്ട് ക്രിസ്മസ് വെക്കേഷൻ അല്ലോ, സോറി അവധി, വെക്കേഷൻ സ്കൂളിലല്ലേ, ഓഫീസിലൊക്കെ അവധിയാണല്ലോ, അങ്ങനെ ഒരു അവധിക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പോ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ അതാ ഇങ്ങനെ പോകുന്നു. അടുത്തത് അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് സിനിമ എടുത്തു. ഇനി ഇൻ സിനിമ. About your hero or heroine? About My Matthew. hero. മാത്യു തോമസ് ആണ് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തത്. മാത്യുവിനെ കുറിച്ച് എന്താ പറയാ, മാത്യു ഭയങ്കര നല്ലൊരു ആക്ടറാണ്. ഹീസ് വെരി പ്രൊഫഷണൽ. അവൻ്റെ ഏജിൻ്റെ ഹീസ് വെരി യങ് കമ്പയർഡ് ടു ഓൾ അതർ ആക്ടേഴ്സ്. അപ്പോൾ പക്ഷെ അവൻ സിനിമേനെ കാണുന്നതും അവൻ സെറ്റിൽ ബിഹേവ് ചെയ്യുന്നതായാലും എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജിൽ അങ്ങനെ വരുന്നത് ഭയങ്കര നൈസാണ്. സോ നമുക്ക് ആസ് എൻ ആക്ടർ കുറെ നോക്കിയിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇപ്പം മീനുന്റെ ലൈക്ക് ഒരു ന്യൂ കമർ ആണല്ലോ മാത്യു. മീനുനെ വെച്ച് നോക്കുമ്പോ ഇച്ചിരി ഒരു സീനിയോറിറ്റി. അപ്പൊ മാത്യുവിന്റെ സിനിമകളിൽ മീനുവിന് വേറെ ഇഷ്ടമുള്ള ഒരു മൂവി ഏതാ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്രിസ്റ്റി ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്റ്റി. ആൻഡ് ഓഫ് കോഴ്സ് കുമ്പളങ്ങിയുടെ നൈറ്റ്സ് ഉറപ്പായിട്ടും ആളുടെ ഡെബ്യൂ ആണ്. സോ ദാറ്റ്സ് അബൌട്ട് മാത്യു. ഇനി ഔട്ട് ഓഫ് സിനിമ. ലാസ്റ്റ് തിങ് യു ഏറ്റ്. ഇവിടുത്തെ ക്രിസ്മസ് കേക്ക് ഇപ്പൊ കിട്ടിയുള്ളൂ. ക്രിസ്മസ് സീസൺ വരികയാണ്. അതെ, ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ക്രിസ്മസ് കേക്ക് എങ്ങനെയുണ്ടായിരുന്നു? കേക്ക് നല്ല വി ആർ ഇൻ ഹോളിഡേ ഇൻ കൊച്ചി ഗൈസ്. ഓക്കെ, അടുത്തത് ഇൻ സിനിമ. എനി സ്റ്റണ്ട്സ് സിനിമയില്? സ്റ്റണ്ട് ചെറിയൊരു സ്റ്റണ്ട് ഉണ്ട്. ഉണ്ടോ? ആ ധാവണിയൊക്കെ ഇട്ടിട്ട് സ്റ്റണ്ട് ചെയ്തു. അതങ്ങനെ കൂടുതൽ സ്റ്റണ്ട് ഫൈറ്റ് സീനൊന്നും അല്ല, ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. സിനിമ കാണാത്തവർ കാണട്ടെ. മീനാക്ഷി കണ്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അതെ, ചെറിയൊരു ടീസറിന്റെ ലാസ്റ്റ് മീനുവിനെ ഒരു യക്ഷി ഗെറ്റപ്പില് കണ്ടുല്ലോ ചെറുതായിട്ട്. എനിക്കറിയില്ല. ഇനി അപ്പൊ മേ ബി ചിലപ്പോ അവിടെ ആയിരിക്കും സ്റ്റണ്ട്. നീന വേണോ? എടാ എത്ര എണ്ണം എടുത്തു നമ്മള്? കൊറേ എടുത്തു. 6 ആയിട്ടില്ലല്ലോ. ഐ തിങ്ക് ഔട്ട് ഓഫ് സിനിമ ഒന്നും കൂടെ എടുക്കാം. ലാസ്റ്റ് അല്ലേ? യുവർ ലാസ്റ്റ് ബിഞ്ച് വാച്ച് ഷോ ഓർ സീരീസ്? ബിഞ്ച് വാച്ച് ചെയ്തത് കൊറേ ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്? ലേറ്റസ്റ്റ് ആയിട്ട് ഷോ സീരീസ് ഒരു എന്തായിരുന്നു, ഒരു ടാഞ്ചറിൻസ്, വെൻ ലൈഫ് മീറ്റ്സ് ടാഞ്ചറിൻസ്. ഐ ആം നോട്ട് ഗുഡ് വിത്ത് നെയിംസ്. നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ്. എനിക്ക് അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. മനസ്സിലായില്ലേ അതേതാണ്? അതാണ് ഞാൻ ഒരു രാത്രി കൊണ്ടിരുന്ന് മൊത്തം എപ്പിസോഡും കണ്ടു തീർക്കുന്ന. അയ്യോ, തീർത്തില്ല. ഒരു 2 ബിഞ്ച് വാച്ച് ആണല്ലേ? അങ്ങനെ ബിഞ്ച് വാച്ച് നടക്കാറില്ല. ഒരു ഗ്യാപ്പ് വെച്ചിട്ട്. മീനു falls into that category where ഇങ്ങനെ ഒരു സിനിമ ഇതൊക്കെ എടുത്തിട്ട് അല്ല, സിനിമ ഒറ്റയടിക്ക് തീർക്കും. സിനിമ എനിക്ക് പറ്റില്ല പിന്നെ കാണാൻ. എനിക്ക് ഒറ്റയടിക്ക് തന്നെ തീർക്കണം. പക്ഷെ സീരീസ് ഞാൻ ഒരു മേ ബി ലൈക്ക് 1 വീക്ക് ഒക്കെ എടുത്ത്. ഞാൻ 2 to 3 ബിസിനസ് ഡേയ്സ് എടുക്കാറുണ്ട്. സിനിമയോ? ചില സിനിമകൾ കണ്ടു തീർക്കാൻ, ചിലത് കണ്ടു തീർക്കാൻ സമയം. നമ്മളൊക്കെ ബിസി അല്ലേ? അപ്പോഴാണ് ഇവിടെ പ്രസ് മീറ്റിന്റെ സമയമായി. മീനുവിനെ എനിക്ക് പെട്ടെന്ന് വിടേണ്ടതുണ്ട്. അപ്പൊ മീനു, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഐ ഹോപ്പ് യു എൻജോയ് ദ ഗെയിം. താങ്ക് യു, എൻജോയ് ചെയ്തു. അപ്പം അടുത്ത സിനിമകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ ചിറ്റ് ചാറ്റിൽ നിന്നും ദിസ് ഇസ് മീനാക്ഷി വിത്ത് മീനാക്ഷി സൈനിങ് ഓഫ്. ബൈ.